ഓം ശാന്തി. ഞാൻ സ്വയം എൻ്റെ ഉയർന്ന സമാനത്തിൽ സ്ഥിതമാകുന്നു. ഞാൻ 16 കലാ സമ്പൂർണ്ണ ആത്മാവാണ്. സ്വയം തന്നെ ഭ്രുകുടി മധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു ദിവ്യ നക്ഷത്രമായി കാണുകയാണ്. ഞാൻ സർവശ്രേഷ്ഠാത്മാവാണ്. ഞാൻ ദിവ്യ നേത്രത്തിലൂടെ എൻ്റെ സമ്പൂർണ്ണ സ്വരൂപത്തെ കാണുകയാണ്. ഞാൻ സർവഗുണസമ്പന്ന 16 സമ്പൂർണ്ണ നിർവികാരി ആത്മാവാണ്. ഞാൻ 16 സമ്പൂർണ്ണ ആത്മാവാണ്. എൻ്റെ ഓരോ കർമ്മത്തിലും കലയുണ്ട്, വിശേഷതകളുണ്ട്. ഓരോ കർമ്മവും ഞാനൊരു കലയുടെ രൂപത്തിൽ ചെയ്യുന്നു. എൻ്റെ നടത്തത്തിലും സംസാരത്തിലും നോട്ടത്തിലും കർമ്മത്തിലും കലയുണ്ട്. ഓരോ കർമ്മത്തിലും ദിവ്യതയുണ്ട്. ഞാൻ 16 സമ്പൂർണ്ണ ആത്മാവാണ്. ഈ സംഗമയുഗം വിശേഷ കർമ്മമാകുന്ന കല കാണിക്കുന്നതിനുള്ള സമയമാണ്. ബ്രഹ്മബാബയുടെ ഓരോ കർമ്മവും കലയുടെ രൂപത്തിലായിരുന്നു. നടത്തത്തിലും കാണുന്നതിലും സംസാരിക്കുന്നതിലും സർവ്വതും കലയുടെ രൂപത്തിലായിരുന്നു, ഭിന്നമായിരുന്നു. അതുപോലെ ഞാനും എൻ്റെ സമ്പൂർണ്ണ സ്റ്റേജ് കാണുന്നു. 16 സമ്പൂർണ്ണ സ്വരൂപം കാണുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു. എൻ്റെ നോട്ടത്തിലും കലയുണ്ട്, സംസാരത്തിലും കലയുണ്ട്, നടത്തത്തിലും ഓരോ കർമ്മത്തിലും വിശേഷതയുണ്ട്. ചരിത്രത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ വിശ്വ സ്റ്റേജിലാണ്. അതിനാൽ ഞാൻ ഓരോ കർമ്മത്തിലും ശ്രദ്ധ വയ്ക്കുന്നു. ഏത് കർമ്മവും സാധാരണയല്ല, വിശേഷ കർമ്മമാണ്. ഞാൻ 16 സമ്പൂർണ്ണ ആത്മാവാണ്. എൻ്റെ ഓരോ കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും ഗായനമുണ്ട്. എൻ്റെ കർമ്മം സേവയുടെ സാധനമായിരിക്കുന്നു. അവിനാശി സമ്പാദ്യത്തിൻ്റെ സാധനമായിരിക്കുന്നു. ഓരോ കർമ്മവും ആകർഷണീയമാകുന്നു, അനേകരെ ആകർഷിക്കുന്നു. ഇപ്പോൾ ഓരോ കർമ്മത്തിലും എനിക്ക് ശ്രദ്ധയുണ്ട്. ഞാൻ 16 സമ്പൂർണ്ണമാണ്.
എൻ്റെ സമ്പൂർണ്ണ സ്റ്റേജ് പ്രാപ്തി ചെയ്ത് സത്യുഗത്തിൽ 16 കലാസമ്പൂർണ്ണ ദേവതയാകുന്നു. പിന്നീട് ദ്വാപരയുഗത്തിൽ അതേ ദേവതയുടെ പൂജ നടക്കുന്നു. ഓരോ കർമ്മത്തിൻ്റെയും വിശേഷതകളും സ്മാരകമായി പൂജ നടക്കുന്നു. എൻ്റെ ചരിത്രത്തിൻ്റെ ദർശനമുണ്ടാകുന്നു. കീർത്തനത്തിൻ്റെ രൂപത്തിൽ ഗായനമുണ്ടാകുന്നു. ഞാൻ 16 കലാ സമ്പൂർണാത്മാവാകുന്നു. ഞാൻ കർമാതീതാവസ്ഥ പ്രാപ്തി ചെയ്ത് വിഷ്ണുപുരിയിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബഹുമതിയോടെ വിജയിക്കുന്ന കുട്ടികൾ കർമാതീതമായി മാറുന്നു. എൻ്റെ ആത്മീയ പിതാവ് എന്നെ സ്വർഗത്തിന് യോഗ്യനാക്കി മാറ്റുന്നു. 16 കലാസമ്പന്നനും സർവഗുണസമ്പന്നനുമാക്കുന്നു. എനിക്ക് ഡബിൾ എഞ്ചിനുണ്ട്. ഈ പഠിപ്പിലൂടെ ഞാൻ 21 ജന്മത്തേക്കുള്ള ചക്രവർത്തി പദവി നേടുന്നു. ഞാൻ പരിധിയില്ലാത്ത ബാബയുടേതായി മാറി. ഇതിൽ നിന്നും അതീന്ദ്രിയ സുഖം ലഭിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകുന്നു. ഞാൻ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. എനിക്കിപ്പോൾ ഡബിൾ എഞ്ചിൻ ലഭിച്ചിരിക്കുന്നു. ശിവബാബയുമുണ്ട്, പ്രജാപിത ബ്രഹ്മാവുമുണ്ട്. എനിക്കിവിടെ പരീക്ഷ പാസ്സാകണം, സർവഗുണസമ്പന്നനാകണം, 16 കലാസമ്പൂർണനാകണം. ഭാവിയിലെ 21 ജന്മത്തിലേക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നു. ഈ പഠിപ്പ് അമരലോകത്തിന് വേണ്ടിയാണ്. ഈ പുരുഷോത്തമ കല്യാണകാരി സംഗമയുഗത്തിൽ ഞാൻ കക്കയിൽ നിന്നും വജ്രമായി മാറുന്നു. ശ്രീമതമനുസരിച്ച് നടക്കുന്നു. വിജയം നേടിയവരുടേതാണ് രുദ്രമാലയും പിന്നീട് വിഷ്ണുമാലയും ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഒരു പ്രിയതമന്റെ പ്രിയതമയാണ്. പതിമാരുടെ പതിയും പിതാക്കന്മാരുടെ പിതാവും ഒരു ബാബ മാത്രമാണ്. ബാബ എന്നെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഞാൻ എപ്പോഴും ബുദ്ധിയിൽ 3 ധാമത്തെ ഓർമ്മിക്കുന്നു. ശാന്തിധാമം ആത്മാക്കളുടെ വാസസ്ഥലം. 2ാമത് സുഖധാമം. ഞാൻ അവിടേക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. 3ാമത്തേത് അരകൽപ്പത്തിന് ശേഷം ആരംഭിക്കുന്നത് ദുഃഖധാമം. ഞാൻ ശ്രീമതമനുസരിച്ച് മായയുടെ മേലെ വിജയം നേടുന്നു. ഇപ്പോൾ ഞാൻ യുദ്ധമൈതാനത്തിലാണ്. അന്ധന്മാർക്ക് ഊന്നുവടിയായി വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ആ വീട് എല്ലാവരും മറന്നു പോയിരിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, ആനന്ദത്തിൻ്റെ സാഗരമാണ്. ആത്മീയ പിതാവാണ്, ആത്മീയ സദ്ഗുരുവുമാണ്. ഇത് വണ്ടർഫുൾ ഡ്രാമയാണ്.
ഓരോരുത്തരിലും ഏതു പാർട്ടാണോ അടങ്ങിയിരിക്കുന്നത് അത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് സാകാരത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. ബാബയുടേത് ദിവ്യവും അലൗകികവുമായ ജന്മമാണ്. പ്രകൃതിയുടെ ആധാരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ ആത്മീയ ഡബിൾ അഹിംസകനാണ്. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കുന്നു. ഞാൻ ഈ ചിന്തയിൽ തന്നെ മുഴുകുന്നു. ഓർമ്മയുടെ കാര്യത്തിൽ വളരെയധികം പരിശ്രമം ചെയ്യുന്നു. ഞാൻ സർവശക്തിവാൻ ബാബയിൽ നിന്നും ശക്തിയെടുക്കുന്നു. ബാബയെ ഓർമ്മിച്ച് ഞാൻ പതിതരിൽ നിന്നും പാവനമാകുന്നു, സദോ പ്രധാനമാകുന്നു. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഇതാണ് സത്യമായ അമരകഥ. ഞാൻ നിർഭയനായി ശിവശക്തിയായി അന്തിമ സമയത്ത് രക്തപ്പുഴ ഒഴുകുന്നത് കാണാനായി പുരുഷാർത്ഥം ചെയ്യുന്നു. പാവനമായി മാറി പാവനമാക്കി മാറ്റാനുള്ള സത്യമായ ആത്മീയ സേവനം ചെയ്യുന്നു. ഡബിൾ അഹിംസകരായി മാറണം. ഓരോ സെക്കൻഡിലും ഓരോ സങ്കല്പത്തിലും ബാബ ബാബ എന്നു മാത്രം ഓർമ്മയുണ്ടാകുന്നു. ഞാനെന്ന ഭാവം സമാപ്തമാക്കുന്നു. ഞാനെന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും സമാപ്തമാക്കുന്നത് തന്നെയാണ് സമാനതയും സമ്പൂർണതയും. ഞാൻ എൻ്റേത് എന്നതിൻ്റെ ത്യാഗം ഏറ്റവും വലിയ സൂക്ഷ്മ ത്യാഗമാണ്. ഞാനെന്ന ഭാവത്തെ അശ്വമേധയജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നു. അപ്പോൾ അന്തിമ ആഹുതി ഉണ്ടാകുന്നു. വിജയത്തിൻ്റെ പെരുമ്പറ മുഴങ്ങുന്നു. ഞാൻ സത്യമായ ത്യാഗി ആത്മാവാണ്. ശരി, ചെയ്യാം എന്ന് പറഞ്ഞ് സഹയോഗത്തിൻ്റെ കൈ നീട്ടുകയെന്നാൽ ആശീർവാദങ്ങളുടെ മാലകൾ അണിയുക എന്നർത്ഥമാണ്. ഓം ശാന്തി.